നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSKTU കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ചെറുവത്തൂരിൽ തുടക്കമായി. കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആഗ്രഹിച്ചതുപോലെ 5 വർഷം കൊണ്ട് വീടും ഭൂമിയുമില്ലാത്ത ഒരു മനുഷ്യൻ പോലും കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KSKTU സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ആവശ്യത്തിന് മണ്ണെണ്ണ ലഭിക്കാത്തത് മത്സ്യബന്ധന മേഖലയിൽ കടുത്ത പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജ്വലന സ്ത്രീ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അത്തച്ചമയം ഓണവിരുന്ന് KPV പ്രീത ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് സർക്കാർ ഓഫീസുകളിൽ പൂക്കളം ഒരുക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പൂക്കച്ചവടക്കാർക്ക് തിരിച്ചടിയാകുന്നു. ജീവകാരുണ്യ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി പിലാത്ര റോട്ടറി ക്ലബ്ബ്. വിശദമായ വാർത്തകളിലേക്ക്. KSKTU കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ചെറുവത്തൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം KSKTU സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആഗ്രഹിച്ചതുപോലെ 5 വർഷം കൊണ്ട് വീടും ഭൂമിയുമില്ലാത്ത ഒരു മനുഷ്യൻ പോലും കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി. കേരളം ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റും 5 കൊല്ലം കൊണ്ട് എന്നിപ്പോൾ പ്രഖ്യാപിച്ചു. അതിന്റെ പ്രോജക്റ്റായിട്ട് പുതിയ പ്രോജക്റ്റ് പദ്ധതിയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എല്ലാ താലൂക്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 100 കുടുംബങ്ങൾക്ക് താമസിക്കാനാവുന്ന ഫ്ലാറ്റിന്റെ സമുച്ചയം കോളനി അങ്ങോട്ട് വിടുക. ആ കോളനി എന്നുള്ള പദം തന്നെ ഉപേക്ഷിക്കുക. ഭൂരഹിതരും ഭവനരഹിതരുമായി 4 ലക്ഷത്തോളം പേർ സംസ്ഥാനത്തുണ്ടെന്നും എല്ലാ താലൂക്കുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും 100 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള പദ്ധതികൾ ഈ വർഷം തന്നെ തുടക്കമിടുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 5 വർഷങ്ങൾ കൊണ്ട് നടപ്പിലാക്കുമെന്നും KSKTU സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ V അപ്പുനഗറിൽ K കണ്ണൻ നായർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 102 വനിതകളടക്കം 342 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. K കണ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. KP സതീഷ് ചന്ദ്രൻ, K കുഞ്ഞിരാമൻ, MV ബാലകൃഷ്ണൻ, V നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ആവശ്യത്തിന് മണ്ണെണ്ണ ലഭിക്കാത്തത് മത്സ്യബന്ധന മേഖലയിൽ കടുത്ത പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു. മണ്ണെണ്ണയ്ക്ക് വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കവും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ആക്കം കൂട്ടുകയാണ്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾക്ക് ആവശ്യത്തിന് മണ്ണെണ്ണ ലഭിക്കാത്തത് മത്സ്യബന്ധന മേഖലയിൽ കടുത്ത പ്രതിസന്ധിക്കിടയാക്കുന്നു. സർക്കാർ 1 മാസത്തേക്ക് നൽകുന്ന മണ്ണെണ്ണ കൊണ്ട് ഒരാഴ്ച പോലും മത്സ്യബന്ധനം നടത്താനാവില്ല. കരിഞ്ചന്തയിൽ വൻ വില കൊടുത്ത് മണ്ണെണ്ണ വാങ്ങിയാണ് പല വള്ളങ്ങളും കടലിൽ പോകുന്നത്. മണ്ണെണ്ണ കിട്ടാതെ വള്ളങ്ങൾ കടലിൽ ഇറക്കാനാവാത്ത സ്ഥിതിയും രൂക്ഷമാണ്. ഇത് മീൻപിടുത്ത തൊഴിലാളികളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കാണ് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നത്. എഞ്ചിന്റെ കുതിരശക്തി നോക്കി മാസം 130 മുതൽ 180 വരെ ലിറ്റർ മണ്ണെണ്ണയാണ് സർക്കാർ ഓരോ വള്ളത്തിനും അനുവദിക്കുന്നത്. ഒരു വള്ളത്തിന് ഒരു ദിവസം കടലിൽ പോകാൻ ചുരുങ്ങിയത് 30 ലിറ്റർ മണ്ണെണ്ണ വേണം. കടലിൽ മീൻ കിട്ടാതെ കുറച്ചു ദൂരം കൂടി പോകേണ്ടി വന്നാൽ 40-50 ലിറ്റർ മണ്ണെണ്ണ ചെലവാകും. പെർമിറ്റ് പ്രകാരം സർക്കാർ അനുവദിക്കുന്ന മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 16 രൂപ 25 പൈസയാണ് നിരക്ക്. മാസത്തിൽ 10-ാം തീയതിക്ക് ശേഷമാണ് പെർമിറ്റ് പ്രകാരമുള്ള മണ്ണെണ്ണ ലഭിക്കുക. ഒരാഴ്ച കൊണ്ട് ഈ മണ്ണെണ്ണ തീരും. പിന്നെ കരിഞ്ചന്തയിൽ നിന്ന് ലിറ്ററിന് 65 രൂപക്ക് വാങ്ങിയാണ് മീൻപിടുത്തം. പെർമിറ്റിൽ നൽകുന്ന മണ്ണെണ്ണയുടെ അളവ് കൂട്ടണമെന്നാണ് മത്സ്യബന്ധന തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊന്നും മണ്ണെണ്ണ പെർമിറ്റ് പുതിയ ഇഞ്ചിന് ഇതുവരെ ആയിരിക്കും കൊടുത്തിട്ടില്ല. 3 വർഷമായി ഇപ്പം ഇഞ്ചൻ എടുത്തിട്ട്. ഇഞ്ചന്റെ കാലാവധി പറയുന്നത് 15 വർഷമാണ്. ഈ 15 വർഷത്തിനിടയ്ക്ക് ഇപ്പം 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴും കരിഞ്ചന്തൊക്കെ മേടിച്ചിട്ടാണ് ആൾക്കാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവസ്ഥ ഇതന്നെ ഉള്ളത് ഇങ്ങനെ തന്നെയാണ്. 50 റുപ്യ 60 റുപ്യക്ക് മണ്ണെണ്ണ മേടിച്ചിട്ട് ബ്ലാക്കിൽ മേടിച്ചിട്ട് അടിക്കുന്നു. മണ്ണെണ്ണ കരിഞ്ചന്ത ഇടപാട് ഇല്ലാതാക്കാൻ സർക്കാർ ന്യായവിലക്ക് മണ്ണെണ്ണ നൽകാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നുള്ള മണ്ണെണ്ണയും വൻതോതിൽ കരിഞ്ചന്തയിലെത്തുന്നുണ്ട്.
ചെറുതും വലുതുമായി 2000-ഓളം വള്ളങ്ങളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 614 വള്ളങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത്. അവശേഷിക്കുന്ന വള്ളങ്ങളെല്ലാം കരിഞ്ചന്തയിൽ നിന്ന് എണ്ണ വാങ്ങിയാണ് കടലിൽ പോകുന്നത്. ഇതുകൂടാതെ ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിൽ മീൻ പിടിച്ച് ജീവിക്കുന്നവരായ 2000-ൽ പരം വേറെയുമുണ്ട്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾക്ക് ആവശ്യത്തിന് ഇന്ധനം കിട്ടാതെ വരുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. എഴുത്തിലും വായനയിലും ഏറെ മുന്നേറിയ മലയാളിക്ക് പരിസ്ഥിതി സാക്ഷരതയിൽ ഇന്നും ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്തത് ആശങ്കയുണർത്തുന്നു. ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് ഒരുവന്റെ ചിന്തയാണ് അവന്റെ പരിസ്ഥിതി സാക്ഷരത. താൻ പിറന്ന മണ്ണ് അതേപടി മലിനപ്പെടുത്താതെ പുതിയ തലമുറയിലേക്ക് കൈമാറുകയെന്നതും ഇതിന്റെ അടിസ്ഥാന തത്വമാണ്. ജലസാക്ഷരതയുടെ ആദ്യാക്ഷരമാണ് കിണ്ടി. ഒരു കിണ്ടി വെള്ളം കൊണ്ട് കൈയും കാലും മുഖവും കഴുകിയാലും വെള്ളം ബാക്കിയാകുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. വെള്ളം ഏറ്റവും കൂടുതൽ സുഭിക്ഷവും ശുദ്ധവുമായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. ജനസാന്ദ്രത വർദ്ധിക്കുകയും ശുദ്ധജല ലഭ്യത കുറയുകയും ചെയ്ത പുതിയ കാലത്ത് പൈപ്പുകളിൽ കൂടിയെത്തുന്ന ജലത്തിന്റെ ധാരാളിത്തമാണുള്ളത്. ഇങ്ങനെ വരുന്ന വെള്ളം 10% മാത്രമേ നാം ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 90% പാഴായി പോവുകയാണ്. ജലസാക്ഷരതയുടെ മറ്റൊരു മുഖമാണ് കുളങ്ങൾ. ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കുളിച്ചിരുന്നതിൽ നിന്ന് കുളിമുറിയിലെ ധാരാളിത്തത്തിലേക്ക് നാം ചുരുങ്ങി. നാളത്തെ കുട്ടികൾ ഓക്സിജൻ പാർലറുകളിൽ പോകാതിരിക്കാനുള്ള നമ്മുടെ കരുതലാണ് പ്രാണവായുവിനെക്കുറിച്ചുള്ള സാക്ഷരത. ഒരു മനുഷ്യന് ഒരു ദിവസം ശ്വസിക്കാൻ 13.5 കിലോഗ്രാം ഓക്സിജൻ വേണം. ഒരു മരം ഒരു ദിവസം 1 കിലോഗ്രാം ഓക്സിജനെ നൽകുന്നുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യന് ശ്വസിക്കാൻ മാത്രം 14 മരങ്ങൾ നട്ടുവളർത്തേണ്ടി വരും. ഈ അറിവിന്റെ നിറവാണ് പ്രാണവായുവിനെക്കുറിച്ചുള്ള സാക്ഷരത. ലോകത്ത് ഓരോ മിനിറ്റിലും 13 കുട്ടികൾ ആഹാരം കിട്ടാതെ മരിക്കുന്നു. ഈ അറിവിൽ ഭക്ഷണം പാഴാക്കാതെ കഴിക്കുന്നതാണ് ഭക്ഷ്യസാക്ഷരത. പാർപ്പിടം, ഗതാഗതം എന്നിവയ്ക്കായി നാം വൻതോതിൽ പർവ്വതങ്ങൾ ഇടിച്ചു നിരത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. പരിസ്ഥിതിയുടെ ഈ പരിതാപസ്ഥിതി മനുഷ്യന്റെ ദുസ്ഥിതിയെ കുറിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് ലോക സാക്ഷരതാ ദിനത്തിൽ പാരിസ്ഥിതിക സാക്ഷരതയെക്കുറിച്ചുള്ള ചിന്ത നാം മുമ്പോട്ടേക്ക് വെക്കുന്നത്. മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായ വായു, ജലം, മണ്ണ്, മറ്റ് വിഭവങ്ങൾ, ആഹാരം തുടങ്ങിയവ പാഴാക്കുകയും ദൂഷണമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവയൊക്കെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് ഇന്ന് ചെയ്യാനുള്ള കാര്യം. പാതയോരങ്ങൾ മലിനപ്പെടുത്താതിരിക്കുക, വയലുകൾ നികത്താതിരിക്കുക, പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സാക്ഷരതയിലേക്ക് മിഴിതുറക്കുമ്പോഴാണ് ഒരുവൻ സമ്പൂർണ്ണ സാക്ഷരനായി തീരുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. LIC ഏജന്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ച് കുടുംബ സംഗമം സ്നേഹക്കൂട് 2016 സെപ്റ്റംബർ 10 ശനിയാഴ്ച പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ചിന്റെ കുടുംബസംഗമം സ്നേഹക്കൂട് 2016 എന്ന പേരിൽ സെപ്റ്റംബർ 10 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം പ്രേംകുമാർ മുഖ്യാതിഥിയാകും. PP ഉമേഷ് അധ്യക്ഷത വഹിക്കും. KU സുനീത്, KV രമേഷ് കുമാർ, PN സുധാകരൻ, KV രാമദാസ്, TA രാജീവൻ, C രാമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് LIC ഏജന്റുമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KV സുനീത്, PP ഉമേഷ്, T വിജയൻ, T രാമചന്ദ്രൻ, KP മുരളീധരൻ, E സുധാകരൻ, CV ദാമോദരൻ, EP സന്തോഷ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ EK നാനാർ മെമ്മോറിയൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. എല്ലാ സീറ്റും നിലനിർത്തി SFIക്ക് മുന്നേറ്റം. വിജയികളെ ആനയിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനവും നടന്നു. SFIയുടെ ആധിപത്യം തുടർന്നു വന്നിരുന്ന കോളേജിൽ MSF മത്സരരംഗത്ത് വന്നതോടെ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം പോളിംഗ് ഒരുക്കുകയായിരുന്നു. പ്രശ്നസാധ്യത മുന്നിൽ കണ്ട് ചന്ദരേസയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് അടക്കം നേരത്തെ കോളേജ് അങ്കണത്തിൽ നിലയുറപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് സമാധാനാന്തരീക്ഷത്തിൽ നടന്നു.
4 പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിരുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 3 മണിക്ക് ഫലപ്രഖ്യാപനത്തോടെയാണ് അവസാനിച്ചത്. SFIയുടെ പാനലിൽ വിജയികളായ ചെയർമാൻ ശ്രീരാഗ്, വൈസ് ചെയർമാൻ അഭിജിത്ത് TV, ജനറൽ സെക്രട്ടറി വിവേക് T, വനിതാ വൈസ് ചെയർമാൻ ഷഹനാസിന എന്നിവരെയും PUC സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ശരത്തിനെയും ആനയിച്ചുകൊണ്ട് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ആഹ്ലാദ പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ICDS പ്രൊജക്ടിനു കീഴിലുള്ള അംഗൻവാടി പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ന്യൂട്രീഷൻ ക്ലാസും പോഷകാഹാര പ്രദർശനവും നടന്നു. പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ICDS പ്രൊജക്ടിന്റെ കീഴിലുള്ള അംഗൻവാടി പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ന്യൂട്രീഷൻ ക്ലാസും പോഷകാഹാര പ്രദർശനവും നടന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹനൻ ക്ലാസ് എടുത്തു. ഈ 2 തരം ന്യൂട്രിയൻസ് ആണ് നമ്മൾ എന്തെങ്കിലും പോഷക ഗുണങ്ങളാണ് സ്വാഭാവികമായിട്ടുള്ളത്. അതിൽ മൈക്രോയിലാണ് നമ്മളെ ധാതു ലവണങ്ങളും അതുപോലെ വൈറ്റമിൻസും വരുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ CDPO നന്ദിനി മേനോൻ, സൂപ്പർവൈസർമാരായ ലില്ലിക്കുട്ടി, പങ്കജാക്ഷി, ശൈലജ, നീതു, ലീന എന്നിവരും ജയജയ്മാരായ സന്തോഷ്, ശ്രീജേഷ്, നന്ദകുമാർ തുടങ്ങിയവർ ക്ലാസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചു. പിലാത്ര റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ 1 ലക്ഷം രൂപയുടെ ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബിന്റെ 2016-2017 വർഷത്തെ പദ്ധതികളെ ഉൾപ്പെടുത്തിയാണ് വിതരണം. സ്വാമി ആനന്ദതീർത്ഥന്റെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വിതരണോദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ MD ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യായ നിർവഹിച്ചു. By donating anything to these children, and they are the children of God, and even I can do maximum, but probably God will bless us, and Sriman Anandatirtha Swamiji will like. ഒപ്പം മാതമംഗലം തുമ്പത്തടത്തെ ആശ്രയ സ്വാശ്രയ സംഘം പ്രവർത്തകർക്കുള്ള 35,000 രൂപയുടെ ചെക്ക് ലീഫ് വിതരണവും ഓണക്കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. പിലാത്ര റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PV സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. EK രവീന്ദ്രൻ, MV പുരുഷോത്തമൻ, MP കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇനി ഓണക്കാഴ്ചകൾ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജ്വലന സ്ത്രീ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അത്തച്ചമയം ഓണവിരുന്ന് പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനം അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KPV പ്രീത ഉദ്ഘാടനം ചെയ്തു. കേരളം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി നമുക്കിതിൽ ദർശിച്ചെടുക്കാൻ വേണ്ടി കഴിയും. നാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ നാടോടുമ്പോൾ നടുവ് ഓടണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഓടിപ്പോവുകയല്ല. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടുന്നത് എന്താണെന്ന ചോദ്യത്തിനും കേരളം എങ്ങനെയാണ് വേറിട്ടു നിൽക്കുന്നതെന്ന ചോദ്യത്തിനുമുള്ള ഉത്തരം കൂടിയാണ് സ്ത്രീ സംഘടനകൾ നടത്തുന്ന സാംസ്കാരിക പരിപാടികളെന്ന് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KPV പ്രീത പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജ്വലന സ്ത്രീ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അത്തച്ചമയം ഓണവിരുന്ന് പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPV പ്രീത. ജ്വലന പ്രസിഡന്റ് KM സുലോചന ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VV സരോജിനി, KV ലളിത എന്നിവർ സംസാരിച്ചു. VK ബാലാമണി സ്വാഗതവും KV ചാന്ദിനി നന്ദിയും പറഞ്ഞു. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത വെള്ളൂർ ബാങ്ക് പരിസരത്ത് നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം വെള്ളൂർ ബാങ്ക് പരിസരത്ത് നടന്നു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി KK നന്ദിനി സ്വാഗതം ആശംസിച്ചു. കൗൺസിലർമാരായ E ഭാസ്കരൻ, K ശ്രീജ, KV ബാലൻ, യൂണിറ്റ് ഇൻസ്പെക്ടർ PV മഹേഷ്, വെള്ളൂർ ബാങ്ക് വൈസ് പ്രസിഡന്റ് PV ലക്ഷ്മണൻ നായർ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ഓണക്കാലത്ത് സർക്കാർ ഓഫീസുകളിൽ പൂക്കളം ഒരുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പൂക്കച്ചവടക്കാർക്ക് തിരിച്ചടിയാകുന്നു. ഔദ്യോഗിക പരിപാടികളിൽ പൂമാലയും ബൊക്കയും ഒഴിവാക്കാനുള്ള തീരുമാനം പൂവിപണിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. സംസ്ഥാനത്തെ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഓണാഘോഷങ്ങളിൽ നിയന്ത്രിത നിരോധനമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്.
ഓഫീസ് സമയത്ത് പൂക്കളം ഒരുക്കുന്നതിനുള്ള നിരോധനം പൂവിപണിയെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളിലാണ് ബൊക്കയും പൂമാലയും ഒക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ഇത്തരം നിലപാടുകൾ പൂവിപണിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ജീവിതമാർഗം പൂർണ്ണമായി അവതാളത്തിലാക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഉദ്യോഗസ്ഥന്മാർ കുറവ് വരുന്നുണ്ട്, കൂടുതലും കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് ഓണക്കാലത്തെ പുഷ്പവ്യാപാരം ലക്ഷ്യമാക്കി അന്യസംസ്ഥാന വ്യാപാരികൾക്ക് മുൻകൂട്ടി പണം നൽകി കാത്തിരുന്ന പുഷ്പവ്യാപാരികൾക്കാണ് സർക്കാർ തീരുമാനം ഇരുട്ടടിയായി തീർന്നിരിക്കുന്നത്. ഏറ്റവും അധികം പൂക്കൾ വിറ്റഴിയുന്നത് ഓഫീസുകളിലെ ഓണാഘോഷങ്ങൾക്കാണ്. കോടതികളിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും ഉൾപ്പെടെ വൻതോതിൽ പൂക്കളാണ് വിറ്റഴിക്കപ്പെടുന്നത്. സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് ഇത്തവണ ഓഫീസുകളിൽ ഓണാഘോഷം വേണ്ടെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ജീവനക്കാർ. ഈ തീരുമാനത്തിന് ഇടതുപക്ഷ ഇതര സംഘടനകളുടെ പിന്തുണയുമുണ്ട്. പൂക്കച്ചവടം ഓൺലൈനാക്കി പൂവിപണി പിടിച്ചടക്കാൻ ഒരുങ്ങിയവരും അങ്കലാപ്പിലാണ്. ഓൺലൈൻ വിപണിയുടെ മുഖ്യ ഉപഭോക്താക്കളായി അവർ കണ്ടുവച്ചിരുന്നതും സർക്കാർ ജീവനക്കാരെയായിരുന്നു. ഓഫീസ് പ്രവർത്തന സമയത്ത് പൂക്കളമിടൽ വേണ്ടെന്ന ഉത്തരവിനോട് സമ്മിശ്ര പ്രതികരണമാണ് ജീവനക്കാർക്ക്. ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരമാണോ പൂക്കളമിടേണ്ടതെന്ന ചോദ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. ഓണാഘോഷം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവർ. ഓണാഘോഷം സർക്കാർ ഓഫീസുകളിൽ ഇതുവരെ പൊടിപൊടിച്ചായിരുന്നു നടന്നിരുന്നത്. ഓരോ വകുപ്പുകളും വെവ്വേറെ നടത്തുന്ന ഓണാഘോഷം മത്സരങ്ങളിലേക്കും കടക്കാറുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം ഓണസദ്യയുണ്ട്. പി.കെ. ശ്രീമതി ടീച്ചർ MP. പരിയാരം മെഡിക്കൽ കോളേജ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു MP. വിദ്യാർത്ഥികൾക്കൊപ്പം പൂക്കളമിട്ടാണ് പി.കെ. ശ്രീമതി ടീച്ചർ MP പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് നടന്ന ഓണസദ്യയിലും MP വിദ്യാർത്ഥികൾക്കൊപ്പം പങ്കാളിയായത് കോളേജ് അധികൃതരിലും രക്ഷിതാക്കളിലും കൗതുകമുണർത്തി. ആശുപത്രിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തന്നെയായിരുന്നു ഓണസദ്യ ഒരുക്കിയതും. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാതമംഗലം ആശ്രയ സ്വയം സഹായ സംഘം ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകരെ ആദരിക്കലും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യഭാമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷത്തിന്റെ രണ്ടാം ദിനമായ വ്യാഴാഴ്ച ഓണക്കിറ്റ് വിതരണവും മാധ്യമപ്രവർത്തകർക്കുള്ള ആദരവും നടന്നു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എത്തുമ്പോൾ തീർച്ചയായും ഏറെ സന്തോഷവും അഭിമാനവും തന്നെയാണ്. നമുക്കിവിടെയും ഓണത്തിന് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പാടില്ല എന്ന നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി സേവന മനോഭാവമുള്ള ആളുകൾ നമുക്ക് ഇത്തരത്തിലുള്ള കിറ്റുകൾ എത്തിച്ചു തരികയും നമ്മളത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകരായ പെരിങ്ങും ഹാരിസ്, നെറ്റ്വർക്ക് ചാനൽ പിലാത്ര പ്രതിനിധി പ്രണവ് പെരുവാമ്പ, ദിനേഷ് മർവൻസ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പരിപാടിയിൽ ഉണ്ണിപുത്തൂർ അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ, ഹരിത രമേശൻ, ശോഭാവി, ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ITI തൃക്കരിപ്പൂർ സായി കുടീരത്തിലെ അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ചടങ്ങിൽ പ്രിൻസിപ്പൽ സാബു അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് KV ഭാസ്കരൻ ഓണപ്പുടവ് വിതരണം ചെയ്തു. സെക്രട്ടറി TP പവിത്രൻ സ്വാഗതം ആശംസിച്ചു. രാജേഷ് മാസ്റ്റർ, ദാമോദരൻ മാസ്റ്റർ, നീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സായി പ്രേമകുടീരത്തിലെ അന്തേവാസികൾക്കൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം KSEB സെക്ഷൻ ഓഫീസിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളം ഒരുക്കിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ജോലി സമയങ്ങളിൽ ആഘോഷം പാടില്ല എന്ന ഉത്തരവ് നിലവിലുള്ളതുകൊണ്ട് രാത്രിയിലാണ് ജീവനക്കാർ പൂക്കളം ഒരുക്കിയത്. കുഞ്ഞിമംഗലം സെഷനിലെ മുഴുവൻ ജീവനക്കാരും ഓണാഘോഷത്തിൽ പങ്കാളികളായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ C. ഹരിദാസ്, സബ് എഞ്ചിനീയർ വിനോദ് CV, അബ്ദുൾ ബഷീർ, മോഹനൻ B, രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഓണസദ്യയും നടന്നു. അറിയിപ്പുകൾ. പയ്യന്നൂർ നഗരസഭ ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 9 വെള്ളിയാഴ്ച മന്ത്രി KT ജലീൽ നിർവഹിക്കും. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, കാർഷിക ക്ലബ്ബ്, കർഷകശ്രീ സ്വയം സഹായ സംഘം മൂലയിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഷിക ശില്പശാലയും പഴയകാല കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കലും സെപ്റ്റംബർ 11 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ചെറുതാഴം മൂലയിൽ നടക്കും.
നിറവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർമാരുടെയും റോട്ടറി ക്ലബ്ബ് മിഡ് ടൗണിന്റെയും സംയുക്തമായ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 10 ശനിയാഴ്ച പയ്യന്നൂർ BMLP സ്കൂളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. KSKTU കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ചെറുവത്തൂരിൽ തുടക്കമായി. കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആഗ്രഹിച്ചതുപോലെ 5 വർഷം കൊണ്ട് വീടും ഭൂമിയുമില്ലാത്ത ഒരു മനുഷ്യൻ പോലും കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KSKTU സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ആവശ്യത്തിന് മണ്ണെണ്ണ ലഭിക്കാത്തത് മത്സ്യബന്ധന മേഖലയിൽ കടുത്ത പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജ്വലന സ്ത്രീ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അത്തച്ചമയം ഓണവിരുന്ന് KPV പ്രീത ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് സർക്കാർ ഓഫീസുകളിൽ പൂക്കളം ഒരുക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പൂക്കച്ചവടക്കാർക്ക് തിരിച്ചടിയാകുന്നു. ജീവകാരുണ്യ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി പിലാത്ര റോട്ടറി ക്ലബ്ബ്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.